നമസ്കാരം. മിസ്റ്റേക്ക്, തെറ്റുകൾ. എന്താണ് തെറ്റുകൾ എന്ന് പറയുന്നത്? തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരും ഈ ലോകത്തില്ല കേട്ടോ. എല്ലാവർക്കും ഈ ലോകത്ത് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഒരിക്കലും നമ്മുടെ മിസ്റ്റേക്കിനെ, നമ്മുടെ തെറ്റിനെ ഭയക്കരുത് എന്ന് പറയാം. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മളെ തന്നെ പഴിചാരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. പാല് എന്ന് പറയുന്ന പവിത്രമായ ഒരു സംഭവം, ഒരു സാധനം കേടുവന്നു കഴിഞ്ഞാൽ അത് തൈരായി മാറുന്നു. തൈരായി മാറിക്കഴിഞ്ഞാലോ പാലിനെക്കാളും വില നമുക്ക് ആ തൈര് ലഭിക്കുന്നു. ആ തൈര് കേട് വന്നു കഴിഞ്ഞാലോ ആ തൈര് കേട് വന്നാൽ നമുക്ക് ചീസാക്കി മാറ്റാൻ കഴിയുന്നുള്ളതാണ്. പരിണാമം സംഭവിച്ചുകൊണ്ട് ആ ചീസിന് ലഭിക്കുന്ന വിലയോ തൈരിനെക്കാളും പാലിനെക്കാളും വിലയാണ്. മുന്തിരി ജ്യൂസ് ഒന്ന് എടുത്തു നോക്കിയാൽ മുന്തിരി ജ്യൂസ് കേട് വന്നു കഴിഞ്ഞാലോ അത് വൈനായി മാറുന്നു എന്നുള്ളതാണ്. മുന്തിരി ജ്യൂസിനെക്കാളൊക്കെ എത്രയോ വിലയാണ് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും നമ്മളൊന്നും മനുഷ്യൻ, വ്യക്തി എന്ന നിലയ്ക്ക് മോശമല്ല. നമുക്കൊക്കെ തെറ്റുപറ്റും. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പാഠമാണ്, അതൊരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. അത് നമുക്ക് കൂടുതൽ പാഠങ്ങൾ തരുന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ മിസ്റ്റേക്കെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും വേണമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്റ്റഫർ കൊളംബസ് എന്ന മഹാനായ വ്യക്തിയെ ഒരു നാവിഗേഷൻ എററാണ് ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ കണ്ടുപിടിക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ്. അതാണ് ക്രിസ്റ്റഫർ കൊളംബസിന് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെ അലക്സാണ്ടർ ഫ്ലെമിങ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമുക്കറിയാം, ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച പെൻസിലിൻ്റെ കണ്ടുപിടുത്തം അലക്സാണ്ടർ ഫ്ലെമിങ്സിൻ്റെ മിസ്റ്റേക്കിലൂടെയാണ് ഇന്ന് പെൻസിലിൻ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറവുകളാക്കാൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കാതിരിക്കുക. നിങ്ങളെ പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഒരിക്കലും സഹായിക്കാത്തൊരു സംഗതിയാണ് ഈ മിസ്റ്റേക്ക്. നമ്മുടെ കുറവുകളാക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റിക്കൊണ്ട് തെറ്റുകളിൽ നിന്ന് മോചനം ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തിക്കൊണ്ട് മിസ്റ്റേക്കുകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു. മിസ്റ്റേക്കിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയിക്കാൻ, ശക്തി നേടാൻ, വിജയിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഇതിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.